ഹലോ എവ്രി വൺ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ UPSCയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. UPSC ഇപ്പോൾ 2-3 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് CDSനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CDSൻ്റെ പോസ്റ്റിൻ്റെ വിവരണങ്ങളാണ് നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ UPSC CDS സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ് കാണുന്നത്. സെക്കൻഡ് ഫേസ് ആണ്. അതായത് ഈ CDS NDA പോലുള്ള എക്സാമിനേഷൻസ് 2 ടൈമായിട്ട്, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം നടത്താറുണ്ട്. ഇതിൽ സെക്കൻഡ് ഫേസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ എക്സാമിനേഷനാണ് CDSൻ്റെയും NDAയുടെയും വരാൻ പോകുന്നത്. അതായത് ഏപ്രിലിൽ ഒരു എക്സാം, അതുപോലെ തന്നെ സെപ്റ്റംബറിൽ ഒരു എക്സാം. അങ്ങനെയാണ് ആ ഒരു ഡേറ്റിംഗ് അവർ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ UPSC എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലായിട്ടുള്ള എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ CDS 2ൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് CDS എന്ന് നിങ്ങൾ അറിയണം. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ്. CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന UPSCയുടെ കീഴിൽ വരുന്ന ഒരു കമ്മീഷൻഡ് പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് CDS എക്സാമിനേഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പുതുതായിട്ട് വിളിച്ചിട്ടുള്ളത്. അതെന്താണ്, കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആണ്. ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്ട, കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ലെവലിൽ നിൽക്കുന്ന കമ്മീഷൻഡ് ഓഫീസ്, അതായത് അത്രയും അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ള ഓഫീസേഴ്സ് പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ CDSൽ വരുന്നത്. വളരെ എന്താണ്, ഗ്രാജുവേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഹൈ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ജോബാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ സർജൻ്റ്, അതായത് ഏതെങ്കിലും നമ്മുടെ ആംഡ് ഫോഴ്സസിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പവറുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഏത്, കമ്മീഷൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് മിലിറ്ററിയൊക്കെ എവിടെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് നോക്കിയേ, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, മിലിറ്ററിയുടെ അക്കാഡമി, അതായത് മിലിറ്ററി ട്രെയിനിങ് ഒക്കെ നടത്തുന്നില്ല അക്കാഡമി, ഉത്തരാഖണ്ഡിലാണ്, അവിടെ വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത് ഈ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന അക്കാഡമിയാണ്. അത് ചെന്നൈയിലാണ്. അത് കഴിഞ്ഞ് ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ട്, നമ്മുടെ ഇവിടെ കണ്ണൂർ ഏഴിമലയുള്ള നേവൽ അക്കാഡമിയാണ്. അവിടെ എന്താണ്, നേവലിന് വേണ്ടിയായിട്ടുള്ള നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സെൻ്ററാണ്. അവിടെ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, എയർഫോഴ്സ് അക്കാഡമി. ഇത്രയും അക്കാഡമിക്ക് വേണ്ടിയാണ്, അതായത് നമ്മുടെ ആംഡ് ഫോഴ്സസ് മെയിൻലി എടുക്കുകയാണെങ്കിൽ എന്താണ്, മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെൻറ്റേഴ്സ്, അതായത് മെയിൻ ഫോഴ്സസ് ആണ് അല്ലേ, മെയിൻ ഫോഴ്സ് സെൻറ്റേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മിലിറ്ററി, അതുപോലെ എന്താണ് നേവൽ, എയർഫോഴ്സ്, പിന്നെ എന്താണ് ട്രെയിനിങ് അക്കാഡമി, ഓഫീസേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് അക്കാഡമി. ഇത്രയും 4 സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ജോബ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതായത് CDSൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് ഇത്ര പേർക്കുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് CDS എന്ന് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്കും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആംഡ് ഫോഴ്സസിലേക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ആംഡ് ഫോഴ്സസിൽ നമ്മുടെ സർജൻറ്റ്, മേജർ, കേണൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പോസ്റ്റുകളുണ്ടല്ലോ, പിന്നെ എന്തുണ്ട് ബ്രിഗേഡർ, അങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റുകളുണ്ടല്ലോ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ഷണം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയ ഡേറ്റ് ശ്രദ്ധിച്ചോ. UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. മെയ് 15 ഡേറ്റ് വന്നു. മെയ് 15 അഡ്മിഷൻസ്, അതായത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 15, 2024 തൊട്ട് ജൂൺ 4, 2024 വരെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ആപ്ലിക്കേഷൻ ഡേറ്റ്സ്, അതായത് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് മെയ് 15 ജൂൺ 4 ഇടയ്ക്കാണ്. ജൂൺ 4 6 മണി വരെയാണ് കേട്ടോ. 6 മണി വരെ ഫീസ് പേയ്മെൻറ്റ് നടത്താനുള്ള സമയമുള്ളൂ. 6 മണി വരെ, ജൂൺ 4 6 മണി വരെ ടൈമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം ജൂണിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. ഇനി അടുത്ത് എന്താണ്, UPSConline.nic. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് UPSConline.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. മെയിൽസിന് മാത്രം, മെയിൽ കാറ്റഗറി, പിന്നെ ജനറൽ കാറ്റഗറിക്കും 200ഉം, ബാക്കി OBC അതുപോലെയുള്ള SC ST കാറ്റഗറി, ഫീമെയിൽസിനും എന്താണ് പൈസകളൊന്നും കൊടുക്കണ്ട. മെൻസിനും അതുപോലെ UR കാറ്റഗറിക്ക് മാത്രം 200 ആണ് കേട്ടോ. 200 ഫീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഈ ഒരു ഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർ എന്ത് ചെയ്യുക, ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന മിസ്റ്റേക്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും അഡ്രസ്സിൽ മാറ്റോ
അല്ലെങ്കിൽ എന്താ ഫോട്ടോയുടെ ഇഷ്യൂസോ സിഗ്നേച്ചർ ഇഷ്യൂസോ എന്തെങ്കിലും വരുന്നെങ്കിൽ ഫീ പേയ്മെൻറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. അതെന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ഡേറ്റും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂൺ 5-നും ജൂൺ 11-നും ഇടയ്ക്കാണ് കറക്ഷൻ ഡേറ്റ് പറയുന്നത്. ജൂൺ 5-നും ജൂൺ 11-നും ഇടയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ കറക്ഷനും ചെയ്ത് തീർക്കേണ്ടത്. അതായത് ഈ ഒരു ടൈം കൊണ്ട് തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾക്ക് അധികം ടൈമുണ്ട്. പഠിക്കുന്നവർക്കാണെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ എന്താണ്, ഇന്ന് മെയ് ആയിട്ടേ ഉള്ളൂ, സെപ്റ്റംബറിലാണ് എക്സാം വരുന്നത്. ജൂൺ കൊണ്ട് എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ വെബ്സൈറ്റ് മനസ്സിലാക്കുക, കറക്ഷൻ ഡേറ്റ്, ആപ്ലിക്കേഷൻ ഡേറ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഏജ് ഗ്രൂപ്പാണ്. എല്ലാവർക്കും ഡൗട്ട്സ് കാണും എന്താണ് ഏജ് ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ പോസ്റ്റിലേക്ക് ഇപ്പം എന്ത് വന്നിട്ടുണ്ട്, ക്ഷണം വന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു, മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമി. ഇത്രയും യൂണിറ്റിലേക്കാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിയേ എവിടെയാണ് ഏജ് പറയുന്നതെന്ന് പറഞ്ഞാൽ IMA ആൻഡ് INA, അതായത് മിലിറ്ററി അക്കാഡമിയിലോട്ടും നേവൽ അക്കാഡമിയിലോട്ടും എന്താ വേണ്ടത്, അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ എന്തുള്ളൂ, ചാൻസസ് ഉള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, വാക്കൻസി വിളിച്ചിട്ടുള്ളൂ. IMA INA, അതായത് മിലിറ്ററി അക്കാഡമിയിലും നേവൽ അക്കാഡമിയിലും. ആർക്കാ ഉള്ളത്, അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന്. അവർ എത്ര വയസ്സായിരിക്കണം, ഈ ഒരു ഏജ് ഗ്രൂപ്പിന് ഇടയ്ക്കായിരിക്കണം. 2 ജൂലൈ 2001-നും 1 ജൂലൈ 2006-നും ഇടയിൽ ജനിച്ചവരാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 19-നും 23 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ഏജ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. 19-23 ആ ഒരു ഏജ് ഗ്രൂപ്പാണ് കേട്ടോ. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇടയിൽ വരുന്നവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള. ജൂലൈ ആണ്, അതുകൊണ്ട് 19, 18 ആയിരിക്കില്ല, 19 ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ഡേറ്റിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിതിന് എലിജിബിൾ ആണെന്ന് കാര്യം മനസ്സിലാക്കുക. 2001-നും 2006 ജൂലൈക്കും ഇടയിലുള്ള ടൈമിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത എയർഫോഴ്സ് അക്കാഡമിയിലാണെങ്കിൽ ആരാ വേണ്ടത്, എയർഫോഴ്സ് അക്കാഡമിയിൽ 20 to 24 ഇയേഴ്സ് എന്നാണ് അവർ പറയുന്നത്. എടുത്ത് പറയുന്നുണ്ട് 20 to 24. ഇവിടെ 19 തന്നെ കേട്ടോ. ഇവിടെ 20 to 24 ആണ് എയർഫോഴ്സ് ഒക്കെ. അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ്. ഞാൻ എടുത്ത് പറയാണ്, ഇത് അൺമാരീഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു 15, നമ്മളിപ്പം സർവീസിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, മാരീഡ് ആയിരിക്കരുത്. ട്രെയിനിങ് ടൈമിലൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, മാരീഡ് ആയിരിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, 20 to 24 ഇയേഴ്സിനിടയ്ക്കുള്ള അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ചാൻസ്. അതായത് 1 ജൂലൈ 2025 കണക്കെടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് 20 to 24 വയസ്സ് മാത്രമേ ആവാവൂ. അതായത് 1 ജൂലൈ 2025 ഒരു ടൈം വരുമ്പോൾ നിങ്ങൾക്ക് 20 to 24 വയസ്സ് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കാണ് നിങ്ങളുടെ ഇതെങ്കിൽ അവിടെ ആരെ വിളിച്ചിട്ടുണ്ട്, മെയിലിനും വിളിച്ചിട്ടുണ്ട്, ഫീമെയിലിനെയും വിളിച്ചിട്ടുണ്ട്. മെൻ ആൻഡ് ഫീമെയിലിന് ചാൻസ് ഉണ്ട്. മറ്റത് ഈ 3 പോസ്റ്റിലേക്കും ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ആണുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതായത് മിലിറ്ററി അക്കാഡമി, നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമി. ഈ എയർഫോഴ്സ് അക്കാഡമിയിൽ 20 to 24 പറഞ്ഞല്ലോ. ഇനി അടുത്ത് 26 വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. എപ്പോഴെന്ന് അറിയാമോ, അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എയർഫോഴ്സ് അല്ലേ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരു പൈലറ്റ് ലൈസൻസിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അഥവാ എന്താ പൈലറ്റ് ക്വാളിഫൈ ആയി നിൽക്കുകയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാരീഡ് ആവാം. അതായത് 25 to 26 വരെയാണ് ആ പറയുന്നത് കേട്ടോ. 25-നും 26-നും ഇടയിലുള്ള പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാരീഡ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ടീഷൻ അവർക്ക് മാത്രം, ബാക്കിയുള്ളവരെല്ലാം അൺമാരീഡ് ആയിരിക്കണം, പൈലറ്റ് ലൈസൻസിങ് ഉള്ളത് ഇത്രയും വയസ്സുണ്ട്. 25-26 വയസ്സുള്ള ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യുക, 25 എന്ന് പറഞ്ഞാൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, പൈലറ്റ് ലൈസൻസിങ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് അവരിപ്പോൾ മാരീഡ് ആയാലും അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ അവരെടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് അവരെന്ത് ചെയ്യത്തില്ല, റെസിഡൻസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓഫീസേഴ്സ് ട്രെയിനിങ്ങിലാണ് നമ്മൾ പറഞ്ഞത് അൺമാരീഡും മെന്നും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. അതെന്താണ്, 2 ജൂലൈ 2000 to 1 ജൂലൈ 2006 ഇടയ്ക്കുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു 18 to 23 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇതെന്താണ്, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ജൂലൈ 2000-നും 1 ജൂലൈ 2006-നും ഇടയ്ക്കാണ് നിങ്ങളുടെ ബർത്ത്ഡേ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡേറ്റ് എന്നാണ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണോ എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ.
ഓക്കെ, ഇപ്പോൾ വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 459 വാക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിലവിൽ വിളിച്ചിട്ടുള്ളത് 459 വാക്കൻസീസ് ആണ്. അത് കാണുന്നുണ്ടല്ലോ, 459 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്ത് ചെയ്യാം, ടെൻറ്റേറ്റീവ് ആണ്, ഇതെന്ത് ചെയ്യാം, കൂടാം. ഓക്കെ, ഇത് കൂടാം, ഉറപ്പായിട്ടും കൂടാൻ തന്നെ ചെയ്യാം. അപ്പോൾ വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത് നമ്മുടെ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലുള്ള, ഉത്തരാഖണ്ഡിലുള്ള മിലിറ്ററി അക്കാഡമിയിലേക്ക് എത്ര വാക്കൻസീസ് ആണ്? 100 വാക്കൻസീസ് ആണ് അവിടേക്ക് വിളിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തുണ്ടെന്നറിയാവോ, ഈ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈ എന്തുണ്ട്, നമുക്ക് ഇതുണ്ടല്ലോ, ചോയ്സ്, പ്രിഫറൻസ് കൊടുക്കാനുള്ള അവസരമുണ്ട്. പ്രിഫറൻസ് കൊടുക്കാനുള്ള അവസരം ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തന്നെ എന്ത് ചെയ്യുക, വാക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചോയ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് കിട്ടിയെന്ന് വിചാരിച്ചു, എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പോലും നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മിലിറ്ററി അക്കാഡമിയിലാണെങ്കിൽ 100 വാക്കൻസീസ് ആണ് പറയണത്. നേവൽ അക്കാഡമി ഇതെവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ്. നേവൽ അക്കാഡമി വരുന്നത് നമ്മുടെ ഏഴിമല, എവിടെയാണ്, കണ്ണൂർ, ആ ഒരു സെൻറ്റർ അവിടെയാണ്. അപ്പോൾ അതെന്താണ്, അവിടെ എത്ര വേക്കൻസി ഉള്ളൂ, 32 വേക്കൻസിയെ വിളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എവിടെയാണ്, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്, നമ്മുടെ പ്രീ ഫ്ലൈയിങ് അക്കാഡമിയാണ്, ഫ്ലൈയിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ അക്കാഡമീസ് ആണ്. അതുകൊണ്ടാണ് ഹൈദരാബാദിലാണ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണ്, 32 പേർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ഷണം വന്നിട്ടുള്ളത്. 32 പേര് അവിടത്തേക്കാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്, ഓഫീസ് ട്രെയിനിങ് അക്കാഡമി, ഓഫീസ് ട്രെയിനിങ്, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. ചെന്നൈ, മദ്രാസ് റീജിയണിൽ വരുന്ന, ചെന്നൈയിൽ വരുന്ന ഓഫീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന്, കണ്ടോ, മെയിൽ കാൻഡിഡേറ്റ്സിന് എത്ര വാക്കൻസി ഉണ്ട്, 276 വാക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 276 വാക്കൻസീസ് ആണ് വിളിച്ചത്. ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാൻ കൂടാം. അപ്പോൾ എന്ത് ചെയ്യുക, വിമൻസിന് എന്താണ് വളരെ ചാൻസ് കുറവായിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വിമൻസിന് 19 വാക്കൻസീസ് എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ മാത്രമാണ് നിങ്ങൾക്ക് വേക്കൻസി ഉള്ളത് വിമൻസിനാണെങ്കിൽ. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇത്തവണ വാക്കൻസി കൂടുതലായിട്ട് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ്, 19 വേക്കൻസീസ് എവിടെ പറഞ്ഞിട്ടുള്ളൂ, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മദ്രാസിൽ തന്നെ. ഫീമെയിലിന് പറയുന്നത് 19 വേക്കൻസീസ് ആണ്. ഇങ്ങനെയാണ് ആ ഒരു വേക്കൻസി ലിസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ, ഗേൾസിനാണ്, അതായത് ഫീമെയിൽസിനാണെങ്കിൽ ഏത് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് പോസ്റ്റ് പ്രിഫറൻസ് ഇല്ല. അവർക്ക് ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതാണ്, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മദ്രാസിലെ പോസ്റ്റ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി മെയിൽ കാൻഡിഡേറ്റ്സിന് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് മിലിറ്ററി വേണോ, നേവൽ വേണോ, അല്ലെങ്കിൽ എന്താണ്, എയർഫോഴ്സ് വേണോ, നിങ്ങൾ പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ എയർഫോഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലാണ് ജോയിൻ ചെയ്യുക. കാരണം അവിടെയാണ് വാക്കൻസി കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എവിടെയാണോ വർക്ക് ചെയ്യാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു കണക്കാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് അറിയേണ്ടത്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, നമ്മുടെ ഗ്രാജുവേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കമ്മീഷൻഡ് പോസ്റ്റാണ്. അത്രയും നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ 56 ആണ് ബേസിക്ക്, 56,000 ആണ് ബേസിക്ക് പറയണം. അത് ഉറപ്പായിട്ടും 1.5 ലക്ഷം അത്രത്തോളം കൂടുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, അത്രയും അവെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ആ ഒരു റാങ്കിലേക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചോദിക്കുന്നത്, എഡ്യൂക്കേഷൻ, മിനിമൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജുവേഷനാണ്, അതായത് ഡിഗ്രി, ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് പറയുന്നത്. അതായത് മിലിറ്ററി അക്കാഡമി ആയാലും അതുപോലെ തന്നെ എന്താണ്, ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, OTA എന്ന് പറയുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ നമ്മൾ ഒരുപാട് വേക്കൻസി വന്നിട്ടുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലായാലും ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിലിറ്ററി അക്കാഡമിയിലും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലും ഏതെങ്കിലും ഡിഗ്രി മതി. ഡിഗ്രി ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. അതേസമയം നേവൽ അക്കാഡമി ആണെങ്കിൽ എന്താണ് വേണ്ടത്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ നേവൽ അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് നേവൽ ഷിപ്പിൻ്റെ കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ ജോബ്സ് വരുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് കാര്യം തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് ചെയ്ത് വിളിക്കുന്നത്. ഇനി അടുത്തെന്താണ്, AFA, അതായത് എയർഫോഴ്സ് അക്കാഡമി. എയർഫോഴ്സ് അക്കാഡമിക്ക് എന്ത് വേണം, എഞ്ചിനീയറിംഗിൻ്റെ ഡിഗ്രി വേണം. എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അത് വേണം. അല്ലെങ്കിൽ അഥവാ എന്ത് വേണം, ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒന്നീ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. പക്ഷേ അവരെന്തായിരിക്കണം, പ്ലസ് ടു ടൈമിൽ മാത്സും ഫിസിക്സും പഠിച്ചവരായിരിക്കണം.
മനസ്സിലാവുന്നുണ്ട്? അതായത് സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവരോ അല്ലെങ്കിൽ എന്താ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് എടുത്ത് പഠിച്ചവരോ ആയിരിക്കണം. അതായത് അവർ പഠിച്ച VHSC കോഴ്സായാലും നിങ്ങൾ മാത്സും ഫിസിക്സും ഉൾപ്പെടുത്തിയ എന്തായിരിക്കണം പഠിച്ചിരിക്കുന്നത്, +2 ലെവലായിരിക്കണം പഠിച്ചിരിക്കണം. ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. നേവൽ അക്കാഡമി ആണെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം, അത് കഴിഞ്ഞ് എയർഫോഴ്സ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി വേണം, പ്ലസ് എന്താണ് +2 നിങ്ങൾക്ക് സയൻസ് സ്ട്രീം പോലെയുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി സ്റ്റേജസ്, ഇനി എന്തൊക്കെ സ്റ്റേജസിലാണ് ഈ എക്സാം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ ആണ്. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ SSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഏതാണ് ഈ UPSC എക്സാമിനേഷൻസ് എല്ലാം വരുന്നത് എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ. MCQ പോലെ നമ്മുടെ PSC ഒക്കെ എഴുതുന്ന പോലെ റിട്ടൺ എക്സാമിനേഷൻ ആണ് പറഞ്ഞത്. നമ്മൾ പെന്നൊക്കെ കൊണ്ടുവല്ലേ, ബോൾ പോയിന്റ് പെന്നൊക്കെ ഉപയോഗിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു എക്സാമിനേഷൻ. നമ്മൾ സെൻറ്ററിൽ പോകുന്നു, എങ്ങനെയാണോ PSC എഴുതുന്ന ആ ഒരു ഇതാണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഒരുപാട് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട്. ഫോണൊക്കെ ബാൻഡാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബാനിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിട്ടൺ ടെസ്റ്റ് ആണ്. പേന മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അലോയിങ് ആയിട്ട് ഉള്ളൂ. ഇപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ആ റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത് എന്താ വരുന്നത്, SSB ഇൻ്റർവ്യൂ. ഓക്കെ, UPSC പഠിക്കുന്നവരാണെങ്കിൽ അറിയാം SSB ഇൻ്റർവ്യൂയുടെ പ്രത്യേകത സർവീസ് സെലക്ഷൻ ബോർഡാണ് അല്ലേ. സർവീസ് സെലക്ഷൻ ബോർഡിന് വേണ്ടി അതെന്ന് ഒരു പ്രത്യേക ഒരു ബെഞ്ച് ഓഫ് അല്ലെ പാനൽ ഓഫ് ആൾക്കാരിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, നിങ്ങളുടെ മൊത്തത്തിലുള്ള നിങ്ങൾ എന്താണെന്ന് മാക്സിമം അറിയാൻ അവരെന്ത് ചെയ്യും, മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതറിയാം 5 day ഇൻ്റർവ്യൂ ആണ് അല്ലേ. SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 5 days ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാം അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ബെഞ്ച് ഓഫ് ഇൻ്റർവ്യൂ പീപ്പിൾസ് ഉണ്ടായിരിക്കും. നിങ്ങളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും UPSCയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. നിങ്ങളടുത്ത് എന്ത് ചെയ്യുക, അവർ ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങളുടെ ആ ഒരു വിലയിരുത്തുക, നിങ്ങളുടെ സൈക്കോളജിക്കലി നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡാണ്. അത് റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു 5 day ഇൻ്റർവ്യൂ പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അതും ക്വാളിഫൈ ആവുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, എക്സാമിനേഷൻ പാസ്സായെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. കാരണം നിങ്ങൾ UPSC പ്രിപ്പയർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു ചാൻസ് തന്നെയാണ്. കാരണം അത്രയും ലെവൽഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, നല്ല ഹൈ സാലറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് എഴുതാൻ ട്രൈ ചെയ്യുന്നവരാണ്, നിങ്ങൾ SSC ഒക്കെ പഠിച്ചിരിക്കുന്നതായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതെന്താണ്, ഏകദേശം നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Tier 2 എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇവരെ എന്താണ് ഇച്ചിരി പേടിക്കാനുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിങ് മാത്രമാണ്. റിട്ടൺ എക്സാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, എഴുതി നോക്കുന്നത് തെറ്റില്ല. നിങ്ങളുടെ ഏജ് ഓവർ ആവുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇതൊക്കെ അല്ലേ. ഓരോ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസസ് ആണ്. നിങ്ങൾക്ക് എക്സാംസ് എഴുതുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എങ്ങനെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എഴുതാൻ പറ്റുന്ന എക്സാംസ് ഒക്കെ മാക്സിമം എഴുതുക. അപ്പോൾ അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി എഴുതുന്നതിൽ തെറ്റില്ല. കാരണം ഫീസ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ സിലബസ്, നമ്മൾ SSC RRB പഠിക്കുന്നവരായതുകൊണ്ട് നമുക്ക് സിലബസ് ഏകദേശം എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാവുന്ന ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. അതേ കാണുന്നുണ്ടല്ലോ, IMA മിലിറ്ററി അക്കാഡമി, INA നേവൽ അക്കാഡമി, എയർഫോഴ്സ്. ഇത്രയും ഇതിനു വേണ്ടി എത്ര മാർക്കിനാണ് നടത്തുന്നത്, മാർക്ക് 300 ആണ് കേട്ടോ. ഈ 3 ഫോഴ്സിലേക്കുള്ള എൻട്രി എന്ന് പറയുന്ന റിട്ടൺ എക്സാമിനേഷന് 300 ക്വസ്റ്റ്യൻസും അതുപോലെ 300 മാർക്കിനാണ് നടക്കുക. 100 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്ന്, 100 ക്വസ്റ്റ്യൻ ജനറൽ നോളജിൽ നിന്ന്, മാത്തമെറ്റിക്സിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, മാത്സ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ഇംഗ്ലീഷ് 100 ക്വസ്റ്റ്യൻ ഉണ്ട്, ജനറൽ നോളജ് 100 ക്വസ്റ്റ്യൻ, മാത്തമെറ്റിക്സ് 100 ക്വസ്റ്റ്യൻ. എത്ര ടൈം ഉണ്ട് ഓരോ യൂണിറ്റ് കവർ ചെയ്യാൻ? അതായത് ഇംഗ്ലീഷിന് 100 ക്വസ്റ്റ്യൻ എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂറുണ്ട് അല്ലേ. 2 മണിക്കൂറുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വായിച്ചെഴുതി മനസ്സിലാക്കി എന്ത് ചെയ്യുക, ടിക്കറ്റ് പോകാനുള്ള കാര്യമാണ്. ജനറൽ നോളജ് ഉണ്ട് 100 മണിക്കൂർ, അതിന് 2 മണിക്കൂറുണ്ട്. മാത്സ് 100 ക്വസ്റ്റ്യൻസ്, അതിനും 2 മണിക്കൂറുണ്ട്. അങ്ങനെ ടോട്ടലി എത്ര മണിക്കൂറിലാണ്? 6 മണിക്കൂർ പരീക്ഷ പോലെയാണ് നടക്കുന്നത്. എത്ര മാർക്കിനാണ്? 300 മാർക്കിനാണ്. ജസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവെയർ ആവാനും പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലാണെങ്കിൽ ആകെ 2 സബ്ജക്റ്റേ വരുന്നുള്ളൂ, GKയും ഇംഗ്ലീഷും.
ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുകൂടെ? കാരണം എന്താ, മാത്സ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നോക്കാം. ഇവിടെ എന്താണ് GK അറിയാത്തവരാണെങ്കിൽ പോലും മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. എന്തായാലും നോക്കാം. മാത്സ് എന്താണ്ട് 10th ലെവലാണ് കേട്ടോ. മറ്റു രണ്ടും ഗ്രാജുവേഷൻ ലെവൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ മാത്സ് മാത്രം 10th മെട്രിക്കുലേഷൻ ലെവലിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും. നമ്മുടെ അരിത്തമെറ്റിക് ടോപ്പിക്സും അഡ്വാൻസ് ടോപ്പിക്സും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് 10th ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് എന്താണ്, ഇവിടെ എന്താണ് 2 മണിക്കൂറാണ് എക്സാം. എത്ര മാർക്കിന്? 200 മാർക്കിനാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സാം എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ എക്സാമിൻ്റെ ക്വാളിഫൈ ആയോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സിലബസിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, UPSC പോലുള്ള ഇത്രയും ഹൈ ലെവൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ്, ഇത്രയും എക്സാമിനേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരം ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓടിപ്പോയി തന്നെ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വയ്ക്കാണ്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പഠിച്ചു തുടങ്ങുക, ടൈമുണ്ട്. സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ. അപ്പോൾ എന്തായാലും എല്ലാ പേർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.